Hey guys, welcome back to Yatriga. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അബുദാബി കോർണിഷിലെ മനാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലുലു ഐലൻഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലുലു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ലുലു ഐലൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഭയങ്കര എക്സിബിഷൻ നടക്കുകയാണ്. ഏകദേശം ഒരു 10-20 ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോ ആർട്ട് വർക്ക്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം 7 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ലുലു ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ആർട്ട് വർക്ക്സ് ഇവിടെ എന്തൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഓരോ ആർട്ട് വർക്ക്സിനും അവർ എന്താണ് ഓരോ തീംസ് ഉണ്ട്. അപ്പോൾ ആ തീം ബേസ്ഡ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കുക. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വെറും 25 ദിറംസിന് അടിപൊളി സ്പോട്ടിൽ പോയി കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നാലോ? അതെ, ഞാൻ ഈ പറഞ്ഞു വരുന്ന അബുദാബി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസിനെ കുറിച്ചാണ്. ഈ ലൊക്കേഷൻ വന്നിട്ട് അബുദാബിയിലെ ലുലു ഐലൻഡ് ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ലുലു ഐലൻഡ്. ഇവിടെ എങ്ങനെ എത്തിപ്പെടാന്ന് വെച്ചാൽ മറീന മാളിൽ പോകുന്ന അതേ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ഫ്ലാഗ് പോൾ കാണാം. ഈ ഫ്ലാഗ് പോളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഡെസ്റ്റിനേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പാർക്കിംഗ് എപ്പോഴും ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മറീന മാളിൻ്റെ പാർക്കിംഗ് തന്നെയാണ്. അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം നടക്കണമെന്നേ ഉള്ളൂ ഈ ഡെസ്റ്റിനേഷനിലെത്താൻ. ഞങ്ങൾ ഏകദേശം ഒരു 7:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 9:15 ആകുമ്പോൾ ഇവിടെ യോട്ട് വരും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ടൈമിംഗ് എന്നുള്ളത്. ഞങ്ങളവിടെ ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിന് ഒരാൾക്ക് 25 ദിറംസ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെർത്താണ്. കറക്റ്റ് 9:15 ആയപ്പോൾ തന്നെ യാട്ട് വന്നു. ഞങ്ങളെ കയറ്റി നേരെ ലുലു ഐലൻഡിലേക്ക്. നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന വഴിക്ക്. നമ്മുടെ അബുദാബിയിലെ രാത്രി കാഴ്ചകൾ അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇതിലും കാണാം നിങ്ങൾക്ക്. യാട്ടിൽ കുറേ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലീസ് ഉണ്ടായിരുന്നു, കപ്പിൾസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പേര് ഫ്രണ്ട്സായിട്ട് വന്നു. നല്ല രസമായിരുന്നു ഈ അബുദാബി ഡൗൺ ടൗണിൻ്റെ രാത്രി കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പോകാൻ. നല്ലൊരു വൈബായിരുന്നു. നല്ല ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നേരെ ലുലു ഐലൻഡിലേക്ക് പോയി. ലുലു ഐലൻഡിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നമ്മുടെ മനാറിൻ്റെ കുറച്ച് സ്റ്റാഫൊക്കെ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. Yeah, it's something in Arabic word, right? That lighthouse or something. Yes, correct. Manar is the Yeah. lighthouse, and Manar is the whole project. We have 7 locations. Yeah, this is one of the locations, right? Yes. അവിടെ ചെന്നിറങ്ങി കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബസ് കിടക്കുന്നതാണ്. അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് നമ്മളിങ്ങനെ ഇവിടെ അല്ല സ്ഥലം, കുറച്ചുകൂടെ പോകണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി അപ്പോഴായിരുന്നു. അവർ അവിടെ ബസ്സിൽ കയറ്റി അതിനകത്ത് കയറുമ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കാൻ നോക്കി. അപ്പോൾ മാക്സിമം നമുക്ക് നല്ല കാഴ്ചകൾ കാണാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഏറ്റവും മുകളിലത്തെ ഡബിൾ ഡെക്കർ ബസ്സായിരുന്നു. അപ്പോൾ മുകളിലത്തെ സീറ്റ് ഞാൻ ഒപ്പിച്ചു. അങ്ങനെ നേരെ അവിടെ ചെന്നിരുന്നു. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയുണ്ട്, എന്താണ് ഈ മനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അറബിക് വേർഡാണ്. ഇത് ലൈറ്റ് ഹൗസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് തന്നെയാണ്. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ കാണാത്ത കാഴ്ചകൾ തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന മനാറിലെ ഫസ്റ്റ് അട്രാക്ഷനാണ്. ഇതിനെ അവർ കേർട്ടൺ ഓഫ് ലൈറ്റ്സ് എന്നാണ് വിളിക്കുക. കേർട്ടൺ ഓഫ് ലൈറ്റ്സ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ രീതിയിലാണ് അവർ വിളിക്കുക അതിനെ. ഇതിൽ 300 ലൈറ്റ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒരു പ്രത്യേക ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയായിരുന്നു. നമ്മളിപ്പോൾ ഡൗൺ ടൗണിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു വെളിച്ചം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ അവിടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. ഈ ഒരു ലുലു ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും മൊത്തം ഇവരുടെ ഇതിൽ 7 സ്ഥലങ്ങളിലായിട്ടാണ് ഇവരുടെ ഈ മനാർ എക്സിബിഷൻ നടക്കുന്നത്. അതിൽ ഒരു ലൊക്കേഷനാണ് ഈ ലുലു ഐലൻഡ് എന്ന് പറയുന്നത്.
ഈ മൊത്തത്തിലുള്ള സെറ്റപ്പിനെ അവർ വിളിച്ചിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഐലൻഡ് എന്നാണ്. ഈ ട്രാൻസ്ലേഷൻ ഐലൻഡിൽ മൊത്തം 10 ആർട്ട് വർക്ക്സ് വരുന്നുണ്ട്. അറൗണ്ട് 2.2 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ 30 to 40 മിനിറ്റ്സ് ആണ് അവർ പറയുന്ന അപ്രോക്സിമേറ്റ് ടൈം. നമ്മൾ നേരത്തെ കണ്ട അട്രാക്ഷൻ ഉണ്ട്, നമ്മുടെ ഒരു കർട്ടൺ ഓഫ് ലൈറ്റ്സ് ആണ്, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷൻ. ഇനിയിപ്പോൾ അടുത്തവർ വരുന്നത് രണ്ടാമത്തെ അട്രാക്ഷനാണ്. അതിനെ അവർ വിളിച്ചിരിക്കുന്ന പേര് ട്രാൻസ്ലേഷൻ സ്ട്രീം എന്നാണ്. അപ്പോൾ ഇതിന് എന്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ലെറ്റേഴ്സും ലൈറ്റും ഒക്കെ ഇങ്ങനെ താഴേക്ക് നമ്മൾ നടക്കുന്ന പാതയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന അനുസരിച്ചിട്ട് ഈ ലെറ്റേഴ്സൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു പോയമാണ് ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ഈ സ്നാക്സിൻ്റെയൊക്കെ ഷോപ്പ് കാണാം. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അവിടെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് മൂന്നാമത്തെ ആർട്ട് വർക്കിലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിനെ ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പിന്നെ ആ ഒരു സ്ക്രീനിൽ കാണുന്നതാണ്. നമ്മൾ അവിടെ ചെന്ന് എന്തൊക്കെ കാണിക്കുന്നോ അതൊക്കെ ആ സ്ക്രീനിൽ കാണാം. പക്ഷേ ഇത് സംഭവം ഈ വേറെ നമുക്ക് മുമ്പ് വന്ന ആൾക്കാരുടെയൊക്കെ ഫേസ് ആയിട്ടൊക്കെ മോഫ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പിന്നെ തെളിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുടെയും ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഫേസും അതിനുശേഷം വന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഫേസും ഒക്കെ ഇങ്ങനെ വന്ന് മറിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞാനും ഫവാസും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് നിങ്ങൾക്കിത് കാണാൻ കഴിയും നമ്മുടെ ഫേസൊക്കെ അതിൽ കാണിക്കുന്നത്. അതിനൊരു ചെറിയൊരു മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ, അടിപൊളി ഐറ്റമാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കുറേ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4000 ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം നമ്മുടെ ഹാർട്ട് ബീറ്റിനനുസരിച്ചിട്ട് പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങും. നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കുന്നത്. കുറച്ച് ദൂരെ നിന്ന് നമ്മൾ അവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. അങ്ങനെ സംഭവം നമ്മളവിടെ കൊണ്ട് ചെന്ന് നമ്മുടെ കൈ ഇങ്ങനെ ഒരു സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻസേഴ്സിൻ്റെ അവിടെ നമ്മുടെ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങനെ സംതിങ് ആണ്. 3 സെൻറ്റിമീറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അത് സെൻസ് ചെയ്തിട്ട് അതേ താളത്തിൽ ആ ഋതത്തിൽ നമ്മുടെ ഈ ലൈറ്റ്സ് വെച്ചിട്ടുണ്ടല്ലോ, ആ ലൈറ്റ്സ് പിന്നെ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ 5ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. 5ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തേർമൽ ഡ്രിഫ്റ്റ് എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഈ തേർമൽ ഡ്രിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ നമ്മുടെ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് നമ്മുടെ ഹീറ്റും അതുപോലെ തന്നെ ആ ഒരു എൻവയൺമെൻറ്റിലുള്ള ബാക്കി കാര്യങ്ങളുടെയൊക്കെ ഹീറ്റ്, ഇപ്പോൾ വെജിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഹീറ്റ് അത് സെൻസ് ചെയ്യുന്നുണ്ടാവും. എല്ലാത്തിനും ഒരു ഹീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ ഹീറ്റൊക്കെ സെൻസ് ചെയ്തിട്ട് അത് ഒരു പിന്നെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു അതും കാണാൻ. പിന്നെ ഒരു ഇൻഫ്രാറെഡ് മാതിരി ഒരു പിക്ചർ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് കുറേ കൈയെടുത്ത് പൊക്കും കാലെടുത്ത് പൊക്കും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഭയാനകമായ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അറബി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ശരിക്കും ഈ ഒരു ഐലൻഡ് ഇവിടെ ജിന്നുണ്ട്, പ്രേതമുണ്ട്, ഈ ഐലൻഡ് അതിന് ഫേമസ് ആണ്. ഞാൻ പറഞ്ഞു അതെ നമ്മൾ തന്നെ ആയിരിക്കും ഇവിടുത്തെ ജിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ നല്ല തമാശയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആള്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ചെന്ന് സൗണ്ട് ഉണ്ടാക്കുക. അവിടെ ഒരു മൈക്രോഫോൺ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് തന്നെ നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ലൈറ്റ് ഇങ്ങനെ പിന്നെ എന്താണ് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ പിന്നെ കൂവുന്തോറും ആ ലൈറ്റിൻ്റെ ഇതും കൂടും, ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. തിരിച്ച് കുറച്ച് ഒരു ഏകദേശം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതേ വോയിസ് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ, അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഒരു 7ാമത്തെ ആർട്ട് വർക്കിലേക്കാണ്. അതിനവർ വിളിച്ചിരിക്കുന്ന വോയിസ് ബേസിംഗ് എന്നാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഒരു ലേക്ക് ബെഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ
അവിടെ നമ്മളിപ്പോൾ ചെന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇതേപോലെ മൈക്രോഫോൺ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസ് നമുക്ക് മുമ്പ് വന്ന് പറഞ്ഞ ആളുടെയും അതിനുശേഷം വന്ന് പറയുന്ന ആളുടെയും വോയിസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എക്കോ പോലെ തിരിച്ച് നമുക്കത് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ ആരോ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വരുന്നതിന് മുമ്പ് ആരോട് ചെന്ന് പറയുന്നുണ്ടായിരുന്നു, ഷമ്മി ഹീറോടാ ഹീറോ എന്നുള്ള ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളി എവിടെ പോയി കഴിഞ്ഞാലും പൊളിയാണല്ലോ. സോ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഒന്ന് ബാക്കി ആൾക്കാരൊക്കെ അതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന് ഞങ്ങൾ അടുത്ത് ചെന്നെത്തുന്നത് ഒരു 8ാമത്തെ ആർട്ട് വർക്കിലായിരുന്നു കേട്ടോ. അവിടെ അതിനെ വിളിച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷൻ ലേക്ക് എന്നാണ്. അവിടെ ഒരു 3 അബ്ര ബോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു നോവൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അവിടുത്തെ ആ ബോട്ടൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഏകദേശം കുറേ ലാംഗ്വേജസിൽ ആ നോവൽ ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ ചെന്നെത്തുന്ന നമ്മൾ ഒരു അടിപൊളി ഒരു ആർട്ട് വർക്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചേക്കുന്ന ഷാഡോ ടൂണർ എന്നാണ്. നമ്മുടെ എർത്തിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു 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 സംഭവം സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2-3 സൈഡിലായിട്ട് ക്യാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമിൻ്റെ ഫ്രണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷാഡോ അവിടെ ആ ഗ്ലോബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്ന കണക്ക്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ എൻ്റെ ഷാഡോ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അതേപോലെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇത് ഈ സാധനം ഈ ഗ്ലോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോ പിന്നെ ലൊക്കേഷൻ വരുമല്ലോ. ഓരോ ലൊക്കേഷൻ വരുമ്പോൾ ആ ലൊക്കേഷനിലുള്ള റേഡിയോ സ്റ്റേഷൻസ് അതിൽ പ്ലേ ആവും. അതും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നെത്തുന്നത് നമ്മുടെ 10ാമത്തെ ആർട്ട് വർക്കിലേക്കാണ്. ഇതിനവർ പേരിട്ടിരിക്കുന്നത് സാൻഡ് ബോക്സ് എന്നാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, സാൻഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും എന്ത് വരച്ച് കഴിഞ്ഞാലും അത് ഈ ഫ്ലോർ ബെഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് നമ്മുടെ അഫ്കോഴ്സ് നമ്മുടെ യാത്രികർ എന്നുള്ള പേര് തന്നെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ യാത്രികർ എന്നൊക്കെ എഴുതി അത് വലിയ രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കുറേ ലൈറ്റ്സ് ഇങ്ങനെ മുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് ലൈറ്റ് കത്തുന്നത്, അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഗൈഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് നിങ്ങൾക്ക് ഇവിടെയാണ് ബസ് കിടക്കുന്നത്, അപ്പോൾ ബസ്സിലേക്ക് നിങ്ങൾക്ക് കയറാം. ഞങ്ങൾ ബസ്സിനകത്ത് കയറി ഏറ്റവും മുകളിൽ തന്നെ സീറ്റ് പിടിച്ചു. അതും അടിപൊളി യാത്രയായിരുന്നു. വീണ്ടും അടിപൊളിയായിരുന്നു. ചെറിയൊരു ഇളം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ബോട്ട് ജെറ്റിലേക്ക് പോയി. അവിടെ ഒരു കുറച്ച് നേരം നിന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ യോട്ട് വന്നു നേരെ തിരിച്ച് നമ്മുടെ പിന്നെ കോർണിഷിലേക്ക് എത്തി. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും അബുദാബിയിലുള്ളവർ, UAE-യിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജാനുവരി 30 വരെ ഉണ്ടാവുന്നതാണ്. ശരിക്കും അവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം 5:30 മുതൽ നൈറ്റ് 10:30 വരെയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ലൊക്കേഷൻ പോയി കാണുക. ഇനി ഇതുപോലെ ഞങ്ങൾക്ക് മൊത്തവും ഈ മനാറിൽ 6 ലൊക്കേഷൻ കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന രീതിയിൽ ഞാൻ നേരെ ലുലുവൈലിലേക്ക് പോയതാണ്. ഇപ്പോൾ ഇതുപോലെ ഈ 6 ലൊക്കേഷനിലും കൂടി ഇതേപോലെ ആർട്ട് വർക്ക്സ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസും വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ്. So stay tuned guys. Thank you for watching. Thank you for supporting us. Please subscribe to our channel and share. Thank you.